സ്വാഗതം സ്റ്റോറി മക്കിലേക്ക്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അപ്രതീക്ഷിതമായി, ഒരുപക്ഷെ അത്ഭുതകരമായി കേരള നിയമസഭയിൽ BJPയുടെ 3 പ്രതിനിധികൾ ഉണ്ടാകുന്നു. നേമത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് നിന്ന് V മുരളീധരൻ, ചാത്തന്നൂരിൽ നിന്ന് VB ഗോപകുമാർ. 3 പേർ നിയമസഭയിലേക്ക് BJP അംഗങ്ങളായി എത്തുന്നു. 2016 നേമത്തു നിന്ന് O രാജഗോപാലാണ് ആദ്യമായി കേരള നിയമസഭയിലേക്ക് BJPയുടെ പ്രതിനിധിയായി എത്തിയത്. 2021 ആ അക്കൗണ്ട് LDFും UDFും ചേർന്ന് പൂട്ടിച്ചു. ആ പൂട്ടിച്ചതിൻ്റെ അവകാശവാദം LDFും UDFും നടത്തുന്നതും നമ്മൾ കണ്ടു. പക്ഷേ 2026 3 സീറ്റുമായി BJP നിയമസഭയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJP വലിയ തോതിലുള്ള മുന്നേറ്റം സംസ്ഥാനത്തുണ്ടാക്കിയോ? പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്കൊരു BJP പ്രതിനിധി സുരേഷ് ഗോപിയിലൂടെ ഉണ്ടായതിനു ശേഷം വലിയ മുന്നേറ്റം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ ഭരണത്തിലേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. തൃപ്പൂണിത്തുറയിൽ അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്ന കാഴ്ച കണ്ടു. പാലക്കാട്ടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി സ്ഥാനം അവർ നിലനിർത്തുന്നത് കണ്ടു. അതിൻ്റെ തുടർച്ചയിൽ സംസ്ഥാന നിയമസഭയിൽ കൂടി കൂടുതൽ പ്രതിനിധികളെ BJP എത്തിക്കുന്നു. BJP വലിയ വളർച്ച കൈവരിക്കുകയാണോ കേരളത്തിൽ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ BJPയുടെ വോട്ട് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വലിയ ജമ്പൊന്നും അവിടെ ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷാ BJPയുടെ മുമ്പിൽ, കേരള ഘടകത്തിന് മുമ്പിൽ വലിയൊരു ലക്ഷ്യം വെച്ചിരുന്നു. 20% വോട്ട് വിഹിതം കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ആ നിലയിലേക്കൊന്നും BJP വളർന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. BJPയുടെയും സഖ്യകക്ഷികളുടെയും കൂടെ ചേർത്താൽ ഏതാണ്ട് 15% അടുത്തുള്ളൊരു വോട്ട് പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJPയുടേത് മാത്രമായി 11.45% എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് നമുക്ക് നൽകുന്ന വോട്ട് വിഹിതത്തിൻ്റെ കണക്ക്. പക്ഷേ എങ്കിൽ പോലും നിയമസഭയിൽ 3 പ്രതിനിധികളുണ്ട്. അത് ചെറിയ കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതൊരു ഈ 2026 മാത്രം ഒരു താൽക്കാലിക പ്രതിഭാസമായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ BJP നേതാക്കൾ വളരെ കോൺസെൻട്രേറ്റഡായിട്ട് ചില മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യുന്നു. ആ മണ്ഡലങ്ങളിൽ വിജയം ഉണ്ടാവുന്നു. അങ്ങനെ മാത്രം കണ്ടാൽ മതിയോ? രാജീവ് പറഞ്ഞതുപോലെ ഈ വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നാണ്. ഹിന്ദു ടാബുലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് മൊത്തം NDAക്ക് 14.2% വോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനുണ്ടായത് എന്നാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഹിന്ദുവിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5% കുറവുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14.7% ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 2020 എന്ന പാർട്ടി NDAയുടെ ഭാഗമായി വന്നത്. പക്ഷേ വോട്ട് ഷെയറിൽ 2020-യുടേതെല്ലാം ചേർത്ത് അത്ര വലിയൊരു ജമ്പ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കുറവാണ് സംഭവിച്ചത് എന്ന് പറയാം. പക്ഷേ ഈ 3 MLAമാർ നിയമസഭയിൽ ഉണ്ടാകും എന്ന്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നേമത്തുനിന്ന് ജയിച്ച് MLA ആയി നിയമസഭയിലെത്തുക എന്നത് അത് ഏതെങ്കിലും തരത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് നേരത്തെ O രാജഗോപാൽ പോയ ആ ഇമ്പാക്റ്റ് പോലും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അതല്ല കഴക്കൂട്ടത്തു നിന്നും ചാത്തന്നൂരിൽ നിന്നുമുള്ള MLAമാരായി മുരളീധരനും BB ഗോപകുമാറും എത്തുമ്പോൾ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2016 ആണല്ലോ രാജഗോപാൽ വരുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാർ ആണുള്ളത്. ആ സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലമായപ്പോൾ ആളുകൾ ഇങ്ങനെ കളിയാക്കി വിടുന്ന ഒരു MLA മാത്രമായി. നിങ്ങളുടെ പ്രായത്തെങ്കിലും ഓർക്കണമെന്ന് സ്വരാജ് പ്രസംഗിച്ചത് ഓർമ്മയില്ല. ആ വിധത്തിൽ കളിയാക്കി വിടുന്ന ഒരു MLA ആയി മാത്രം അവസാനിക്കുകയാണ് രാജഗോപാൽ ചെയ്തത്. അതായിരിക്കില്ല ഈ 3 പേരുടെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം മുസ്ലിം ലീഗ് കൂടി പങ്കാളിത്തമുള്ള ഒരു സർക്കാരാണ് വരാൻ പോകുന്നത്. അവരുടെ പ്രധാന നോട്ടം അങ്ങോട്ടായിരിക്കും. അതായത് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്ന മട്ടിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന ആ വകുപ്പുകളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ, അത്തരം കാര്യങ്ങളോ അതല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ പൊതുവായുള്ള കാര്യങ്ങളെയോ ഈ ഒരു കണ്ണിലൂടെ കണ്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം നിയമസഭയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇനി കേപ്പബിളായ ആളുണ്ട് എന്ന അവസ്ഥ വന്നു ചേരും. അതായത് ഈ 3 MLAമാരുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതോടൊപ്പം തന്നെ എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ ഒരു വലിയ ജമ്പ് ഈ 20%-ലേക്കൊക്കെ ഇവരുടെ വോട്ട് ഷെയർ ഇത്തവണ മാറിയിരുന്നെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. ഒരു പക്ഷേ 10 MLAമാരുടെ ജയത്തിലേക്കൊക്കെ ഇത് പോയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഒടുവിലുള്ള കണക്ക് വെച്ച് നോക്കുമ്പോഴും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് വോട്ട് ഷെയറിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ
ചില മണ്ഡലങ്ങളിൽ വലിയ തോതിൽ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ജനങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സംസ്ഥാന നിയമസഭയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ കാര്യം വരുമ്പോൾ, ഞാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് പറയുന്നത്, വോട്ടർമാരുടെ കാര്യത്തിൽ നിന്നാണ്, അവരുടെ മുമ്പിൽ BJP ഇപ്പോഴും ഒരു വലിയ ഓപ്ഷനായി ഇല്ല എന്ന് തന്നെയല്ല ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF എന്നുള്ളതിൽ നിന്ന് വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 3 സീറ്റിൽ അവർ ജയിച്ചു എന്നുള്ളതൊരു വസ്തുതയായിരിക്കെ തന്നെ വോട്ട് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ BJPയെ ഒരു അധികാരത്തിലെത്താനുള്ള ഒരു ഓപ്ഷനായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ തെളിവാണല്ലോ അവരുടെ വോട്ട് പെർസെൻറ്റേജിലുണ്ടായ, ചെറുതാണെങ്കിൽ ചെറുത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചെറുതായെങ്കിൽ ചെറുത് ഇടിവുണ്ടാകുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 5% ഇടിവുണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളം ഇപ്പോഴും BJPയെയോ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികളെയോ കേരളത്തിൻ്റെ ഭരണം നിർണ്ണയിക്കാൻ പറ്റുന്ന വിധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണത്തിൻ്റെ ഒരു തൂക്കുസഭയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിർണായക പൊസിഷൻ വഹിക്കാൻ പാകത്തിലുള്ളൊരു മുന്നണിയായിട്ടോ പാർട്ടിയായിട്ടോ കാണുന്നില്ല എന്നുള്ളതല്ലേ ഈ വോട്ട് പെർസെൻറ്റേജിൽ. കേരളം BJPയെ ഏറ്റെടുക്കാൻ ഇപ്പോഴും വിമുഖത കാണിക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ഈ റിസൾട്ടിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് വ്യക്തിഗതമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വി മുരളീധരൻ കൊല്ലങ്ങളായി അവിടെ കേന്ദ്രീകരിച്ച്, കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് നേടിയ വിജയമാണ്. ഒരുപക്ഷെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. 2021 അദ്ദേഹം അല്പം വിസമ്മതത്തോടുകൂടി അവിടെ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് ആ സീറ്റ് മാറിക്കൊടുക്കുന്നു. എങ്കിൽ പോലും അദ്ദേഹം 2016 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ കഴക്കൂട്ടം ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. BB ഗോപകുമാറിൻ്റെ കാര്യവും അത് തന്നെയാണ്. അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിൽ നിന്ന് മാറി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇങ്ങനെ വ്യക്തിഗതമായി നേതാക്കന്മാർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് നേടിയ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. നേമത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാരണം നേരത്തെ തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു, അവിടെ നേമത്താണ് ഞാൻ മത്സരിക്കുക എന്ന് പറയുന്നു. അന്നു മുതൽ അദ്ദേഹം നിയമം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ദീർഘകാലം നമ്മൾ കേരളത്തിലെ BJPയുടെ സീറ്റുകളായി പരിഗണിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഈ സീറ്റുകളായിരുന്നില്ല. നേമം കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ്, അതുപോലെ തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേശ്വരം, ഇത്രയും സീറ്റുകളാണ് നമ്മൾ കണക്കാക്കിയത്. എന്നാൽ വടക്കോട്ടുള്ള ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലയ്ക്ക് ഇപ്പുറത്തുള്ള ഈ സീറ്റുകളൊന്നും BJPക്ക് കിട്ടിയിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ 32 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ, ചിലയിടത്ത് അത് 2020 ഒക്കെ സ്ഥാനാർത്ഥികളുണ്ട്. ഈ സ്ഥാനാർത്ഥികൾ 30,000-ന് മേലെ വോട്ട് വാങ്ങിയ 32 മണ്ഡലങ്ങളുണ്ട്. മഞ്ചേശ്വരമുണ്ട്, കാസർഗോഡുണ്ട്, ബത്തേരി ഉണ്ട്, എലത്തൂർ മണ്ഡലത്തിൽ, കോഴിക്കോട് നോർത്തിലും സൗത്തിലുമുണ്ട്, കുന്നമംഗലത്തുണ്ട്, ഷൊർണൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, പാലക്കാട്, ചേലക്കര, മണലൂർ, നാട്ടിക, കുന്നത്തുനാട്, പാല, പൂഞ്ഞാർ, ഹരിപ്പാട്, ചെങ്ങന്നൂർ, തിരുവല്ല, ആറന്മുള, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കാട്ടാക്കട എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, മലപ്പുറം, കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങൾ ഒഴികെ ഏതാണ്ട് എല്ലാ ഭാഗത്തുമായി BJPക്ക് 30,000-ന് മേലെ വോട്ടുള്ള 32 മണ്ഡലങ്ങളുണ്ട് എന്നതാണ്. ഇത് ഇപ്പോൾ മേജർ രവി ഒറ്റപ്പാലത്തെത്തുന്നു. അദ്ദേഹം അവിടെ മത്സരിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് വലിയ വോട്ട് വ്യത്യാസമുണ്ടാകുന്നു. ചെറിയ വോട്ടിന് അദ്ദേഹം 3-ാം സ്ഥാനത്ത് തന്നെയാണ്, പക്ഷേ വലിയ വോട്ട് 42,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്നു. മുകുന്ദൻ നാട്ടികയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ വോട്ട് കിട്ടുന്നു. അതുപോലെ അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കുമ്പോൾ 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ചില പ്രമുഖരായ, ഇപ്പോൾ ഒരു പഴയ കോൺഗ്രസ് നേതാവ് DCC അധ്യക്ഷനായിരുന്ന ബാബു ദിവാകരന് 2020 സ്ഥാനാർത്ഥിയായി പോയി മത്സരിക്കുമ്പോൾ, സെക്രട്ടറി ആയിരുന്ന ബാബു ദിവാകരൻ കുന്നത്തുനാട് വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ വോട്ട് കിട്ടുന്നു. ഇങ്ങനെ അതിലൊരു പ്രശ്നമുണ്ട്. ഈ ബാബു ദിവാകരൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കുന്നത്തുനാടിൽ 2020 ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഇതിനേക്കാൾ അധികം വോട്ട് 2020 സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട്. അന്ന് BJP സെപ്പറേറ്റ് മത്സരിക്കുമ്പോൾ 7,000-ലധികം വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താൽ പോലും ഇത്തവണ ബാബു ദിവാകരന് കിട്ടിയ വോട്ട് കുറവാണ്. ഏതാണ്ട് 10,000-ഓളം വോട്ട് കുറവാണ്. എങ്കിലും പൊതുവായി മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവരത്ര വലിയ സ്റ്റാച്ചറുള്ള നേതാക്കളൊന്നുമല്ല ഇവരാരും.
ഇവർ ആ മണ്ഡലത്തിലേക്ക് എത്തി മത്സരത്തിന് നിൽക്കുമ്പോൾ അത് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളുടെയും അവസ്ഥ അതാണ്. വട്ടിയൂർക്കാവിൽ നേരത്തെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ കാര്യത്തിൽ ഇത്തവണയും ആറന്മുളയിൽ 3-ാം സ്ഥാനത്താണ്, പക്ഷേ 35,000 വോട്ട് നേടുന്നു. ഈ വിധത്തിൽ നേതാക്കൾ, പ്രൊമിനൻ്റായ ചില നേതാക്കൾ, ഇപ്പോൾ ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കുമ്പം ഷോണിന് ഏതാണ്ട് നല്ല വോട്ടുണ്ട്. പാലായിൽ 35,000 വോട്ടുണ്ട്, പൂഞ്ഞാറിൽ 36,000 വോട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിന്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മുതിർന്ന അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു വിസിബിലിറ്റി ഉള്ള നേതാവിനെ സ്ഥാനാർത്ഥിയായി കിട്ടുമ്പോൾ BJPയെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തെത്തിക്കാനെങ്കിലും വില്ലിംഗ് ആയി നിൽക്കുന്ന 30-ലധികം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലെ അവരുടെ സ്ട്രാറ്റജി എങ്കിൽ കേരളം ഒരു ത്രികോണ മത്സരത്തിലേക്ക്, ഏറ്റവും കുറഞ്ഞത് ഒരു 30 മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ, 30 മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മത്സരം ഒരു ത്രികോണ മത്സരമാക്കി മാറ്റാനുള്ള കെൽപ്പ് BJPക്കുണ്ട്. അതോടൊപ്പം അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്ത പോലെയുള്ള ഒരു ബുൾഡോസ് ചെയ്ത് വിജയം വരിക്കുക എന്നൊരു സ്ട്രാറ്റജി കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നത്, അതിനുള്ള സാഹചര്യമുണ്ടോ ഇല്ലേ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടികൾ മുന്നണികൾക്കകത്തുണ്ട്. ആ മുന്നണികളിൽ നിന്ന് പാർട്ടികൾ അടർത്തി മാറ്റുക പോലെയുള്ള കാര്യങ്ങൾ സാധ്യമാവുകയാണെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ ജനപിന്തുണയുള്ള പാർട്ടികളെ ഘടകകക്ഷികളായും ജനപിന്തുണയുള്ള ചില നേതാക്കളെയെങ്കിലും സ്ഥാനാർത്ഥികളായും കിട്ടുകയാണെങ്കിൽ BJPക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് കേരളത്തിൽ ഒരുങ്ങി വരും. ചുരുങ്ങിയത് 30 മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ മത്സരത്തിൽ. അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കഴക്കൂട്ടത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ 2016 വി മുരളീധരൻ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലേക്ക് പോകുന്നു. അതിനുശേഷം അദ്ദേഹം ആറ്റിങ്ങലിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. വീണ്ടും തിരിച്ച് കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹം കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുകയും ചെയ്ത കാഴ്ച നമ്മളിവിടെ കണ്ടു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായി 2-ാം സ്ഥാനത്തേക്ക് വന്ന അനൂപ് ആൻ്റണി 2-ാം സ്ഥാനത്തേക്ക് വന്ന തിരുവല്ല ഒരു സ്പെസിഫിക് കേസായിട്ട് എടുക്കുകയാണെങ്കിൽ, തിരുവല്ലയിൽ ഇതേ ഓപ്പറേഷൻ അനൂപ് ആൻ്റണി അടുത്ത 5 വർഷം നടത്തുകയാണെങ്കിൽ തിരുവല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പൊട്ടൻഷ്യൽ BJPക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലമായിട്ട് മാറാനുള്ളൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചാത്തന്നൂരും അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. കാരണം ചാത്തന്നൂർ 2016 BB ഗോപകുമാർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുമ്പോൾ നേരെ BJPയിലേക്ക് പോകുന്നു. അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. 2021 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, 2-ാം സ്ഥാനത്തേക്ക് വരുന്നു. 2026 അദ്ദേഹം ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ച് ചില മണ്ഡലങ്ങൾ പിടിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഒരു പക്ഷേ BJP വരും കാലങ്ങളിൽ പിന്തുടർന്നേക്കാം എന്നുള്ളൊരു സാഹചര്യം. ഈ വോട്ട് ശതമാനത്തിൻ്റെ കണക്ക് ഇപ്പോൾ 98 മണ്ഡലങ്ങളിലാണ് BJP മത്സരിച്ചത്. കഴിഞ്ഞ തവണ മത്സരിച്ചേക്കാൾ 17 സീറ്റ് കുറവായിരുന്നത്. എന്നിട്ടും മത്സരിച്ച മണ്ഡലങ്ങളുടെ വോട്ട് ഷെയർ എടുക്കുമ്പോൾ 16.04 വോട്ട് ഷെയർ. മൊത്തം വോട്ട് ഷെയർ അല്ല, മത്സരിച്ച മണ്ഡലങ്ങളെ മാത്രം എടുത്താൽ 16.04 ഉണ്ട്. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 2.4% കൂടുതലാണ്. അപ്പോൾ ഈ 17 മണ്ഡലങ്ങളിൽ കുറച്ച് മത്സരിക്കുകയും അതേസമയം വ്യക്തിഗതമായ വോട്ട് ഷെയർ മത്സരിച്ച മണ്ഡലങ്ങളുടേത് 2.5% ഉയർത്തുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ 3 സീറ്റിലേക്ക് അവർ ഉയർന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് വിജയസാധ്യത കൂടും എന്നതിൻ്റെ ചെറിയ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ യഥാർത്ഥത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിജയിച്ച 3 മണ്ഡലങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പം നേമത്ത് ഇന്നിപ്പോൾ വി ശിവൻകുട്ടി പറയുന്നത് കോൺഗ്രസ് വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് BJPയെ സഹായിച്ചതുകൊണ്ടാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചത് എന്നുള്ളൊരു ആക്ഷേപം ഇന്ന് ശിവൻകുട്ടി ഉന്നയിച്ചിട്ടുണ്ട്. മുരളീധരൻ നേടിയ അത്രയും വോട്ട് നേടാൻ ശബരിനാഥന് കഴിയാത്തത് കൊണ്ട് എന്ന് പറയുന്നതായിരിക്കും എന്നൊരു വാക്കിൽ അതിൽ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇപ്പോൾ കഴക്കൂട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴക്കൂട്ടത്ത് ഇതേ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇതേ കാര്യം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ SS ലാൽ മത്സരിക്കുമ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ശരത്ചന്ദ്ര പ്രസാദ് ഇത്തവണ ആ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. അവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരു ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഭാഗമായിട്ട് CPMൻ്റെ വോട്ട് കുറെ കൂടെ, പ്രത്യേകിച്ചും ശബരിമലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ വോട്ട് ചെയ്യാൻ അവർ ആദ്യം കണ്ടത് ഒരുപക്ഷെ വി മുരളീധരനായിരിക്കാം, അല്ലെങ്കിൽ അവരൊരുപക്ഷെ ശരത്ചന്ദ്ര പ്രസാദിനെ കണ്ടിട്ടുണ്ടാവാം. അങ്ങനെ CPMൽ നിന്നുള്ള വോട്ട് ശരത്ചന്ദ്ര പ്രസാദിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ BJPക്ക് അവിടെ കൺസിസ്റ്റൻ്റായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് കുറെ കൂടെ വർദ്ധിക്കുന്നു. ആ സാഹചര്യത്തിൽ അവിടെ ജയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള എന്താ പറയുക ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു വോട്ട് കൈമാറ്റമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഴ്ച കൊണ്ടോ അവിടെ ഒരു
അട്ടിമറി ഉണ്ടായതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ചാത്തന്നൂർ പക്ഷേ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ചാത്തന്നൂർ CPIയുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ വീഴ്ചയുടെ തുടർച്ചയായിട്ടാണ് ചാത്തന്നൂർ ഈ വിജയം BB ഗോപകുമാറിന് ഉണ്ടാവുന്നത് എന്നെനിക്ക് തോന്നുന്നു. അവിടെ GS ജയലാൽ കഴിഞ്ഞ 3 ടേമിൽ കംഫർട്ടബിളായി ജയിച്ചു വന്ന നേതാവാണ് GS ജയലാൽ. കഴിഞ്ഞ തവണ 17,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം GS ജയലാലിന് ചാത്തന്നൂരുണ്ടായിരുന്നു. GS ജയലാലിനെ മാറ്റി പുതിയൊരാളെ അവിടെ അവതരിപ്പിക്കുമ്പോൾ BB ഗോപകുമാർ എന്ന് പറയുന്ന കഴിഞ്ഞ 2 തവണ മത്സരിച്ച NDA സ്ഥാനാർത്ഥി ഇത്തവണയും മത്സരിക്കാനിടയുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിരിക്കാം എന്ന ഒരു വിലയിരുത്തൽ CPIയുടെ അവിടുത്തെ ലീഡർഷിപ്പിന് ഉണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ചാത്തന്നൂർ കൈവിട്ട് വരുന്നത്. GS ജയലാലായിരുന്നു അവിടെ തുടർച്ചയായി മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചാത്തന്നൂർ LDFൻ്റെ കയ്യിലിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴക്കൂട്ടത്തിനും നേമത്തിനും ഇല്ലാത്ത ഒരു കാര്യം ചാത്തന്നൂരുണ്ട് എന്നാണ് ഞാൻ. നേമത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിനാഥനും മുരളീധരനോളം വോട്ട് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകൾ മാത്രം ഉൾക്കൊള്ളുന്നൊരു മണ്ഡലമാണ് നേമം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ BJP അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. BJPക്ക് വ്യക്തമായ എഡ്ജ് അവിടെയുണ്ട്. ആ സാഹചര്യത്തിൽ ശബരിനാഥന് കിട്ടാവുന്ന വോട്ടുകളുടെ ഒരു സാധ്യത കുറവുമാണ്. രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ് എഡ്ജുള്ളത്. ആ സാഹചര്യത്തിൽ ശബരിനാഥന് വോട്ട് പിടിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇതൊരു വോട്ട് കച്ചവടമാണ് എന്ന് പറയുന്നതിൽ, അല്ലെങ്കിൽ വോട്ട് കൈമാറ്റം ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പുറത്ത് കഴക്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് എൻ്റെ റീഡിങ്. കാരണം ഒരു ആൻറ്റി ഇൻകംബൻസിയുടെ ഭാഗമായിട്ട് CPMനെതിരായ വോട്ട് കുറേയൊക്കെ ശരത്ചന്ദ്ര പ്രസാദിലേക്കും കുറേയൊക്കെ BJPയിലേക്കും പോയപ്പോൾ BJP അവിടെ ജയിക്കുന്നു. അതും വളരെ തിന്നായിട്ടുള്ളൊരു മാർജിനിലാണ് കഴക്കൂട്ടത്ത് ജയിക്കുന്നത്. വലിയ മാർജിനിലൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖരൻ 4000 വോട്ടിന് ജയിക്കുമ്പോൾ V മുരളീധരൻ 428 വോട്ടിന് മാത്രമാണ് കഴക്കൂട്ടത്ത് ജയിക്കുന്നത്. CPIയിൽ നിന്ന് വിട്ട് നാട്ടികയിൽ മുകുന്ദൻ പോയി BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 45,000 വോട്ട് അദ്ദേഹം പിടിക്കുന്നുണ്ട്. അതെ, ഇത് സൂചിപ്പിക്കുന്ന ഇതാണ്, BJPയെ 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ തിരഞ്ഞെടുക്കാവുന്ന 10-30 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ അവിടങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്ന, ജനങ്ങളെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളായ നേതാക്കന്മാർ യഥാർത്ഥത്തിൽ BJPക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചധികം മണ്ഡലങ്ങളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെത്തുകയോ ചെയ്യുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 30,000-ലധികം വോട്ടുകൾ നേടിയ മണ്ഡലങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിലോ 2021 കൂടുതൽ മണ്ഡലങ്ങൾ 2026 എന്നാണ് എനിക്ക് തോന്നുന്നത് കണക്ക്. അതോടൊപ്പം പക്ഷേ ഈ 2020 എന്ന ഒരു പുതിയ എൻട്രി വന്നത് BJPക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്തു എന്നാണ്. പൊതുവായി വോട്ട് കുറഞ്ഞു. ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങൾ ഇങ്ങനെ ആ ഒരു പെർവ്യൂവിൽ നിന്ന് പുറത്തായിപ്പോയി. ആ വിധത്തിൽ 2020യുമായി ഒരു മുന്നണി ബന്ധം ഉണ്ടാക്കിയത് കൊണ്ട് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം ഉണ്ടായതായി നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അല്ല, അതിൽ വേറൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ BDJS ആദ്യഘട്ടത്തിൽ 2016 BJPയുടെ സഖ്യകക്ഷിയായി വരുന്ന സമയത്ത് BDJS വലിയ തോതിൽ വോട്ട് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പിന്നത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BDJS കാൻഡിഡേറ്റ്സിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BDJS സ്ഥാനാർത്ഥികൾ കൂടുതൽ വോട്ട് പിടിച്ച മണ്ഡലങ്ങൾ പോലും BJP പിന്നീട് ഏറ്റെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഏതാണ്ട് അതേ സ്ട്രാറ്റജി തന്നെ ആയിരിക്കും 2020യുടെ കാര്യത്തിലും BJP സ്വീകരിക്കുന്നതെന്നാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നഷ്ടമുണ്ടാക്കുന്നുണ്ട് എങ്കിലും 2020യെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇതുവരെ എത്തിപ്പെടാൻ കഴിയാത്ത ചില മേഖലകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും. 2020 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ തോതിൽ വോട്ട് പിടിച്ച മണ്ഡലങ്ങളിൽ പോലും ആ വിധത്തിൽ വോട്ട് പിടിക്കാൻ ഇത്തവണ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തൃക്കാക്കര പോലെയുള്ള ഇപ്പോൾ അഖിൽ മാരാര മത്സരിപ്പിച്ച തൃക്കാക്കര പോലെയുള്ള മണ്ഡലങ്ങൾ ഒഴികെ മറ്റ് മണ്ഡലങ്ങളിലൊന്നും 2020ക്ക് ഏതെങ്കിലും തരത്തിൽ വോട്ട് പിടിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ് തോന്നുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2020 വോട്ട് പിടിക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നില്ല. 2020യെ സഖ്യകക്ഷിയാക്കുന്നതിലൂടെ അവരുടെ ഒരു സർക്കിളിൽ വരുന്ന ആളുകളിലേക്ക് BJPയുടെ റീച്ച് കൂട്ടുക എന്നുള്ളതായിരിക്കും അവരുടെ സ്ട്രാറ്റജി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ചെറിയ സ്ട്രാറ്റജി അല്ല. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP വളരെ ഫലപ്രദമായി ഉപയോഗിച്ച് പരീക്ഷിച്ച് വിജയിച്ചൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയെ ഉപയോഗിച്ചുകൊണ്ട് BJP വളരുന്നു. ബീഹാറിൽ JDUവിനെ ഉപയോഗിച്ചുകൊണ്ട് BJP വളരുന്നു. അങ്ങനെ സഖ്യകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട്, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, സഖ്യകക്ഷി ഇപ്പോൾ പഞ്ചാബിൽ ശിരോമണി അകാലിദളിനെ ഉപയോഗിച്ചുകൊണ്ട് BJP വളരാൻ ശ്രമിക്കുന്നു. അത് സഖ്യകക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു വിസിബിലിറ്റിയും റീച്ചും കൂട്ടിയെടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും. അതിപ്പോൾ താൽക്കാലികമായിട്ട് ഫലമുണ്ടാക്കിയില്ല എങ്കിൽ പോലും ഭാവിയിലേക്കുള്ളൊരു നിക്ഷേപമായിട്ട് BJP ഒരു പക്ഷേ 2020യെ കാണുന്നുണ്ടാവും. തിരുവല്ലയിലെ കാര്യം നേരത്തെ രാജീവ് പറഞ്ഞു, 43,000
വോട്ട് തിരുവല്ലയിൽ നേടുകയും രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു. രണ്ടാം സ്ഥാനത്ത് മാത്യു ടി തോമസ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് സിറ്റിംഗ് എം എൽ എ ആണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് തിരുവല്ലയിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന മാത്യു ടി തോമസ് എന്ന് പറയുന്ന മാത്യു ടി തോമസ് അത്രത്തോളം എന്താ പറയുക ജനപ്രിയത ഇല്ലാത്തൊരു നേതാവല്ല, അവിടെ ജനപ്രിയത ഇല്ലാത്തൊരു എം എൽ എയും അല്ല. എന്നിട്ട് പോലും അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് അനൂപ് ആൻ്റണി എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റിന് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അവിടെ അതാണ് ഞാൻ പറഞ്ഞത്, കഴക്കൂട്ടം പോലൊരു ഓപ്പറേഷൻ തിരുവല്ലയിൽ നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരുവല്ല മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇങ്ങനത്തെ ചില മണ്ഡലങ്ങൾ വേറെ ഇങ്ങനെ ഒരു 10ഓളം മണ്ഡലങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുത്ത് കൃത്യം നേതാക്കളെ നിർത്തി മത്സരിപ്പിച്ചാൽ BJPക്ക് വിൻ ചെയ്യാവുന്ന മണ്ഡലങ്ങൾ തന്നെ 10ഓളം. പക്ഷേ ക്രൈസിസ് എന്ന് പറയുന്നത് അങ്ങനെ ജനസ്വാധീനമുള്ള, ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെ കൊടുക്കാൻ BJPക്ക് ഇപ്പോഴും കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വേണമെങ്കിൽ കേരളത്തെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ടാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യൽ BJPക്കുണ്ട്. പക്ഷേ അതിനോടൊപ്പം ഈ 3 കാൻഡിഡേറ്റ്സ് അറ്റം ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ കേരളത്തിൽ ജനങ്ങൾ വിചാരിച്ചിരുന്നത് BJP കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് മത്സരിക്കുകയോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്കോ ഒരു പക്ഷേ ഒരു രണ്ടാം സ്ഥാനത്തേക്കുള്ള മത്സരമോ മാത്രമായും ആണ് വോട്ടർമാർ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക. ഈ 3 കാൻഡിഡേറ്റ്സ് ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് BJPയുടെ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ കൂടിയായി പരിഗണിക്കാം ചില മണ്ഡലങ്ങളിലെങ്കിലും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടും. ഇതിലിപ്പോൾ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഈ 3 സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ തന്നെ BJP ആണ് ഭരിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സ്ഥിതി എടുത്താൽ കരുനാഗപ്പള്ളി, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, ഏതാണ്ട് 7-8 മണ്ഡലങ്ങളിൽ, ഒരു 10ഓളം മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ നിലവിൽ വലിയ സ്വാധീനമുണ്ടാക്കാവുന്ന വിധത്തിൽ BJPയുടെ പ്രസൻസ് ഉണ്ട് അവിടെ. അവിടെയായിരിക്കും ഇതിൻ്റെ, അപ്പോൾ അധികാരത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കൊക്കെ ബന്ധപ്പെടാവുന്ന 3 MLA-മാരുണ്ട്, ഒരു മേയറുണ്ട് എന്ന സാഹചര്യമുള്ളത് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലാണ്. അവിടെ ഒക്കെ അവർക്ക് സ്വാഭാവികമായും അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിക്കാനും ഒരു വളർച്ച ഉറപ്പുവരുത്താനും കഴിയുന്ന സാഹചര്യമുണ്ട് എന്നതാണ്. ഇതിനെ ആ വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ വോട്ട് ഷെയറിൽ ഇത്ര കുറവുണ്ട്, അതല്ലെങ്കിൽ 3 MLA-മാർ മാത്രമേ ഉള്ളൂ 14 വരെ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിടത്ത്, അതല്ലെങ്കിൽ തൃശ്ശൂരോ പാലക്കാടോ മഞ്ചേശ്വരമോ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നതിനേക്കാൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ ഒരു കോൺസെൻട്രേഷൻ സംഭവിക്കുന്നുണ്ട്, മറ്റിടത്ത് അതിൻ്റെ പൊട്ടൻഷ്യലും ഉണ്ട് എന്ന് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് നമ്മൾ നേരത്തെ ആദ്യം സംസാരിച്ചു വന്ന വിഷയത്തിലേക്ക് ഈ 3 MLA-മാർ നിയമസഭയിൽ രാജഗോപാൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വലിയ റോളൊന്നും വഹിക്കാൻ സാധിച്ചില്ല. ഒന്നാമത് അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ സ്വഭാവ പ്രത്യേകത കൊണ്ട് തന്നെ അദ്ദേഹം വളരെ മൈൽഡായി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു സിനാരിയോ 3 MLA-മാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയ്ക്കകത്ത് വലിയ തോതിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ ഇമ്പാക്റ്റ്. രാജഗോപാൽ ഒരു വാജ്പേയി യുഗത്തിലെ BJP പ്രവർത്തകനായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനവും അങ്ങനെ തന്നെയായിരുന്നു. കേരളത്തിൻ്റെ ഒരു പൊതുവായ രാഷ്ട്രീയ ഇതിനകത്തു നിന്നുകൊണ്ടാണ് അദ്ദേഹം. പക്ഷേ പുതിയ 3 MLA-മാർ, ഗോപകുമാറിൻ്റെ കാര്യം എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഏത് സ്വഭാവക്കാരനാണ് എന്ന്. പക്ഷേ പുതിയ കാലത്തുള്ള 3 MLA-മാരാണ്, മോഡി കാലത്തെ 3 MLA-മാരാണ് അങ്ങോട്ട് പോകുന്നത് എന്നാലോചിക്കണം. ആ വിധത്തിൽ അവർ സ്വാഭാവികമായും അവിടെ ഒരു ഫ്ലോറിൽ അവർ ശബ്ദമുണ്ടാക്കും എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അവിടെ ഇടപെടും, അവിടെ ചില ട്രാക്ഷൻ അവരുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു UDF ഭരണമാണ് നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും എന്ന സാഹചര്യമൊക്കെ ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. അതുകൊണ്ട് നിയമസഭക്കകത്ത് BJPയുടെ ശബ്ദമായി ഉയരാൻ ഈ 3 പേര് ധാരാളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. എന്തായാലും സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചന കൂടി കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. 3 BJP MLA-മാർ നിയമസഭയിലേക്ക് എത്തുന്നു. ഏതാണ്ട് 30-ലധികം മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ട്, ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനം ഒക്കെ BJP കൈവരിക്കുന്നു.
കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് മത്സരിച്ച മണ്ഡലങ്ങളിൽ 3 അവർ ജയിക്കുന്നത്. അങ്ങനെയുള്ള മണ്ഡലങ്ങളെ കൂടുതലായി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപക്ഷെ BJP ശ്രമിച്ചേക്കാം. ബംഗാളിലൊക്കെ കണ്ടതുപോലെ കേന്ദ്രാധികാരം ഉപയോഗിച്ച്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചൊക്കെ വരും കാലങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ BJP തയ്യാറാവുകയാണെങ്കിൽ, കേന്ദ്ര ഭരണാധികാരം തയ്യാറാവുകയാണെങ്കിൽ, കേരളത്തിലും BJP അതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരം അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.